വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 14 മുതൽ തിരുവചനങ്ങൾ. ഈശോ ഊമനായി ഒരുവനിലെ പിശാചിനെ ബഹിഷ്കരിച്ചതിന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വചനഭാഗം. അതിനുശേഷം ജനങ്ങളിൽ ചിലർ യേശുവിനെ പറ്റി പറഞ്ഞത് അവൻ പിശാചുകളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചിനെ ബഹിഷ്കരിക്കുന്നതെന്ന്. തങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞ് ആരോപണങ്ങൾ നിരത്തി മറ്റുള്ളവരെ നശിപ്പിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ കാലത്തെന്ന പോലെ ഇന്ന് നമ്മുടെ കാലത്തുമുണ്ട്. ദൈവത്തിന് പിശാചുകളുടെ തലവനുമായാണ് ബന്ധമെന്നാണ് അവർ ആരോപിക്കുന്നത് തന്നെ. ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ നമ്മളും നടത്താറില്ലേ? മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ വേണ്ടി വെറുതെ പറയുന്ന ചില വാക്കുകൾ അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുകളാണ് വരുത്തുന്നതെന്ന് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരം ആരോപണങ്ങൾ നമ്മെക്കുറിച്ച് കേൾക്കുമ്പോൾ യേശുവിൻ്റെ മനോഭാവത്തോടെ അവയെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ധ്യാനിക്കണം. എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നതെന്ന യേശുവിൻ്റെ വചനം നമ്മൾ വിസ്മരിക്കരുത്. ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ഈശോയുടെ കൂടെ ആയിരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈശോയും നമുക്കായും മറ്റുള്ളവർക്കായും ചെയ്ത നന്മകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മെ ജീവനാർത്ഥാവായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും.